ഈ ഫേസ്ബുക്കും വാട്സപ്പും വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം. പരസ്പരം കോണ്ടാക്ട് ചെയ്ത് ഫോണിലൂടെ വിളിച്ച് അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങൾ ഉണ്ടാക്കി ആണ് അവർ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരുന്നത്. പക്ഷേ സാമൂഹ്യ ജീവിയിൽ നിന്നും ഫേസ്ബുക്ക് ജീവി വാട്സപ്പ് ജീവിയിലേക്ക് മാറിയപ്പോൾ പരസ്പര ബന്ധങ്ങൾക്കുള്ള അകലം ഉണ്ടാവുകയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിലുള്ള അമാന്തം ഉണ്ടാവുകയും ചെയ്തു. ശരിക്കും ഫേസ്ബുക്ക് വാട്സപ്പ് എന്ന് പറയുന്നത് താൽക്കാലിക എൻ്റർടൈൻമെൻറ്റ്, കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഷെയർ ചെയ്യുക എന്നതിലുപരി മറ്റുള്ള ഗൗരവതരമായ കാര്യങ്ങൾ അതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെയാണോ സോണിയ? അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. സൈബർ ഇടത്തിൽ നമ്മളുടെ ഓരോ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും നമ്മുടെ പേഴ്സണൽ ആക്ടിവിറ്റീസുമാണ്. എന്നാൽ പോലും ആ ഓരോ ആളുകളുടെയും അഭിപ്രായ സ്വരൂപണത്തിനുള്ള ഒരു മാർഗം കൂടി ആയി മാറാൻ ഈ സൈബർ ഇടത്തിന് സാധിച്ചിട്ടുണ്ട്. ഡൽഹി കേസിൽ അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളിൽ ഒരു മാസ് മൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്തിയത് അഭിപ്രായ രൂപീകരണം മാത്രമല്ല, ഒരു മാസിനെ ചലിപ്പിക്കാനുള്ള മൂവ്മെന്റ് ഉണ്ടാക്കാനും കൂടെ സാധിച്ചിട്ടുണ്ട്. അത് റയർ കേസുകൾ അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് വാട്സപ്പ് എല്ലാം ഉപയോഗിക്കുന്ന ആള് ഫേക്ക് ഐ ഡിയിൽ എന്തുകൊണ്ട് വരുന്നു? സ്വന്തം ഐഡന്റിറ്റിയാണ് നമ്മൾ അവിടെ പ്രകടിപ്പിക്കേണ്ടത്. എനിക്കിപ്പോൾ ഞാൻ ആരാണെന്ന് ഒരു ഫേസ്ബുക്ക് എൻ്റെ വാള് നോക്കുന്നത് എന്നെ കുറിച്ചൊരു ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കില്ല. അതിൽ ഗുരുതരമായ അപകടവുമുണ്ട്. തെറ്റായ ഒരു ആശയത്തെ, തെറ്റായ ഒരു സന്ദേശത്തെ, അത് മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ തെറ്റായ ഒരു ആശയത്തെ പ്രചരിപ്പിക്കാനും അതിന് അംഗീകാരം നേടിയെടുക്കാനും ഫേക്ക് ഐഡികൾക്ക് സാധിക്കും. ഇതിൽ വേറൊന്നുള്ളത്, പറയുന്നവൻ ആര് എന്ന് തിരിച്ചറിയാനാണ് ഒരുവന്റെ ടൈം ലൈൻ നോക്കുന്നത്. ഒരുവൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ, അവന്റെ എന്റെ വാളിലൊരുത്തൻ അഭിപ്രായം പറഞ്ഞാൽ ഞാനത് അവന്റെ വാളിൽ പോയി നോക്കും. ഇവൻ ഏത് മതസ്ഥനാണ്, അല്ലെങ്കിൽ ഇവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ളവനാണ്, ഇവൻ പഠിച്ച കോളേജിന്റെ ഐഡന്റിറ്റി എന്താണ്, എന്നിട്ടായിരിക്കും അവന് ഒരു പക്ഷേ മറുപടി കൊടുക്കുക. പക്ഷേ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പറയാനുള്ള അയാളുടെ പൊസിഷൻ, അയാളുടെ സ്റ്റേക്ക് എന്താണ് എന്ന് നമ്മൾ സ്വാഭാവികമായി അന്വേഷിക്കില്ലേ? അതല്ലേ ഈ ഫേക്ക് ഐ ഡിയിലൂടെ നിരാകരിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും അവിടെ ഞാൻ ഫേക്ക് ഐ ഡി ഒരിക്കലും യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. അതേസമയം ഫേസ്ബുക്കിൻ്റെ ഒരു പുതിയ മുറയെ തന്നെ ഫേസ്ബുക്ക് കേരള സമൂഹത്തിന് തന്നിട്ടുണ്ട്. അതിൻ്റെ മാർഗം അവർ സ്വീകരിച്ചത് ചുംബനമായിപ്പോയി എന്നതുകൊണ്ട് മാത്രം ഒരു സാംസ്കാരിക കേരളം അതിനെ വേണ്ട വിധത്തിൽ ഉയർത്താൻ പറ്റാതെ പോയ ഒരു വേദിയും നമ്മൾ ഈ ഫേസ്ബുക്ക് ചരിത്രത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. ലൈക്ക് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും മാത്രമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ. അതായത് ഫേസ്ബുക്ക് മേഖലയിൽ അവർ പോസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിട്ട് പ്രൊഫഷണലുകളെ വെച്ചുകൊണ്ട് 100,000 പ്രൊഫഷണലിസ്റ്റുകളെ വെച്ചുകൊണ്ടാണ് പുതിയ സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നത് എന്നതുപോലും സത്യത്തിൽ അതൊരു സോഷ്യൽ മീഡിയ ഇൻ ജനറൽ നമ്മൾ പറയുമ്പോഴാണ് പ്രവാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ അതിനെ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രവാസി എന്ന് വേർതിരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? പ്രവാസി എന്നുള്ള നമ്മുടെ വിഷയം അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയെ പ്രവാസികൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ഒരു ആവിഷ്കാരത്തിന് വേണ്ടി ഇത് എത്രത്തോളം ഫലപ്രദമായി അവർക്ക് വിനിയോഗിക്കാൻ കഴിയും. ഇവിടെയുള്ള വിഷയങ്ങൾ നാട്ടിലെ ഗവൺമെന്റുകൾക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്താണ്, ദാരിദ്ര്യം വെച്ചാൽ സാംസ്കാരിക ആദർശ ദാരിദ്ര്യം എന്താണ്, വയറിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ തലയുടെയും നമ്മുടെ ചിന്തയുടെയും മസ്തിഷ്കത്തിൻ്റെയും ഒക്കെ ദാരിദ്ര്യം എന്ത് എന്ന് കേരളത്തിനെ അറിയിക്കുവാൻ നമുക്ക് ഇത്തരത്തിലുള്ള മീഡിയകളെ ഏറ്റവും സജീവമായ രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിലേക്ക് ആര് വരുന്നു, അവനെ അടിച്ച് ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശക്തികളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം. റൈറ്റ് ലിയോ, ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ തന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് അധികാരികളെ, നാട്ടിലുള്ളവരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി സോഷ്യൽ മീഡിയയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു മറുപുറം ആണ് നാട്ടിൽ ഒരുപാട് നല്ല നല്ല ബ്ലോഗ് എഴുത്തുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രവാസികളെ കുറിച്ച് പറയുന്നത് അവരെപ്പോഴും ഗൃഹാതുരമായി നാടിനെക്കുറിച്ചും അല്ലെങ്കിൽ എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായമുള്ള, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അവർക്ക് സമയം കിട്ടുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ടെക്നോളജി ആക്സസ് ഉണ്ട്, എന്നിട്ടും നല്ല ബ്ലോഗ് എഴുത്തുകൾ ഇവിടെ നിന്നുണ്ടാകുന്നുണ്ടോ? നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആശയം ലോകത്തിന് മുന്നിൽ എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. നിരവധി നല്ല എഴുത്തുകാർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ പരിചയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്കും സാധാരണ പ്രവാസികളിലേക്കും ഇതിൽ വ്യാപൃതരായിരിക്കുന്നവർ എത്തിക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇന്ന് ലോകം പോകുന്ന ഗതിയെന്ത്, ഇന്ന് നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, രാഷ്ട്രീയ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധപതനം, ഇവയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങളുടേതാണ് ഇന്ത്യയിലെ ആധിപത്യമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും, ഒപ്പം തന്നെ സ്വാതന്ത്ര്യം മാത്രമല്ല
ഉത്തരവാദിത്വങ്ങളും നമുക്ക് നിറവേറ്റാനുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആത്മാർത്ഥമായി ഇതിൽ പരിശ്രമിച്ചാൽ നമുക്ക് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പ്രവാസ ലോകത്തിന് വലിയ റോളുണ്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് കാണുകയാണ്, ലോകത്തെ മുഴുവൻ കാണുകയാണ്. ഇത് ദുബായ് അല്ലെങ്കിൽ UAE എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ഹബ്ബാണ്. പല ചർച്ചകളും പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകനും ആ മാധ്യമത്തിൻ്റെ ഡെസ്കിലിരിക്കുന്ന, അതായത് മാധ്യമ ഡെസ്കിൽ എന്താണോ അവർ ആദ്യമായി ഫിക്സഡ് ചെയ്ത് ഉദ്ദേശിച്ച് വെച്ച സബ്ജക്റ്റും അതിൻ്റെ അവസാനവും എന്താണോ അതാണ് നാം ചർച്ചയിലൂടെ കാണാൻ കഴിയുന്നത്. ഈ ബാക്കി വരുന്ന അഭിപ്രായങ്ങൾ, പറയാൻ മനസ്സിൽ വെച്ച അഭിപ്രായങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാനും ഭരണാധികാരികളുടെ കേന്ദ്രങ്ങളിലേക്ക് അത് എത്തിക്കാനുമുള്ള ഒരു മാധ്യമമായി സോഷ്യൽ മാധ്യമത്തിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ സ്പേസിനേക്കാൾ ഉപരിയായി സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു വിഭാഗമായി നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തകർക്ക് തോന്നുന്നുണ്ടോ? റൈറ്റ്. മാധ്യമങ്ങളുടെ ചർച്ചയിലൂടെ എത്തുന്ന കൺക്ലൂഷൻ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇടമായി സോഷ്യൽ മീഡിയയെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാധ്യമങ്ങൾക്ക് ഒരു നിശ്ചിത സ്പേസ് ഉണ്ട്. ഒരു പ്രത്യേക പ്രോഗ്രാമുകൾക്ക്, ചർച്ചാ പ്രോഗ്രാം ആണെങ്കിൽ തന്നെ നമുക്ക് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓരോരുത്തരുടെയും അഭിപ്രായം പൂർണ്ണമായും കേൾക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം സമയം തന്നെയാണ് പ്രശ്നം. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ സമയത്തിൻ്റെ പ്രശ്നമില്ല, സ്പേസിൻ്റെ പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഇന്നും നാളെയും മറ്റന്നാളുമായി പറയാൻ സാധിക്കും. ഈ ചർച്ച ഇത്തരത്തിൽ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ അനിവാര്യമാണ് സോഷ്യൽ മീഡിയയിൽ. ഇന്നും നമ്മുടെ യുവജനത ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലിലേക്ക് വന്നിട്ടില്ല. അജി, ഇവിടെ പിന്നെ സോഷ്യൽ മീഡിയയെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് എത്ര പേർക്ക് അത് കൃത്യമായി അറിയാം, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രൊഡക്റ്റീവായി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴൊരാളെ കാണാതാകുന്നു, അല്ലെങ്കിൽ ഒരു രോഗബാധിതയായ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ സഹായം എത്തിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ഒരു സാമൂഹ്യ സേവനം നടത്തുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്. ഇത് പ്രവാസ ലോകത്ത് നിന്ന് ഇത്തരം സംരംഭങ്ങൾക്ക്, ഇത്തരം കൂട്ടായ്മകൾക്ക് ഇടമുണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഓരോരാൾക്ക് അസുഖമാണ്, ബ്ലഡ് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചാരിറ്റി വർക്ക് നടക്കുന്നുണ്ട്. നാട്ടിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. തളർന്നെടുക്കുന്ന ആൾക്കാർക്ക് വീൽ ചെയർ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രവാസികൾ പണം പിരിച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആഫ്രിക്കയിലെ ഒരു വിശക്കുന്ന ആളുടെ ഒരു ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരെങ്കിലും വിശക്കുന്നവരുണ്ടോ എന്നോ അവരെക്കുറിച്ച് അറിയാനോ നമ്മളാരും ശ്രമിക്കാറില്ല. ഇതിൽ 2 ഉദാഹരണങ്ങൾ എനിക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. 24 മണിക്കൂറിനിടയിൽ സംഭവിച്ച 2 ട്രെയിൻ അപകടങ്ങൾ. ഒരാളിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ ആൾ സഹായത്തിനെത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ട്രെയിൻ തട്ടി മരിക്കുന്നു. മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ട്രെയിൻ തട്ടിയ സ്ത്രീയുടെ വീഡിയോ ക്യാമറ പിക്ചർ എടുത്തുകൊണ്ടിരിക്കെ അവർ മരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ എന്തിനു വേണ്ടി അവർ ഇടപെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വിലയിരുത്തേണ്ട 2 വശങ്ങളാണ്. അതായത് ഒരു വ്യക്തിയുടെ മരണം മറ്റൊരാളിനെ സഹായിക്കുന്നതിന് വേണ്ടിയും മറ്റു വ്യക്തിയുടെ മരണം സോഷ്യൽ മീഡിയയിൽ അവൻ ലൈക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയും മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ അതേസമയം ഗുണങ്ങൾ ഒരുപാട് ഏറെയുണ്ട്. ഗുണങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഈ വശങ്ങളിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നത്. ഗുണങ്ങൾ ഒട്ടനവധിയുണ്ട്. UAE ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പുതിയൊരു മാറ്റമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ജോലി അന്വേഷിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന കമ്പനികൾ തുടങ്ങിയിരിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഫേസ്ബുക്കിലൂടെ കരിയർ ഡെവലപ്മെൻറ്റ് അവർ തുടങ്ങിയിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ആ മേഖലയിലും നമ്മളുടെ ഗുണങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ നമ്മൾ ഏറെയധികം ഈ പ്രവാസ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുകൂടി ഞാൻ അതിൽ കൂട്ടിച്ചേർത്ത് പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലോഗിൻ ചെയ്യുന്ന എല്ലാവരും പക്വതയുള്ളവരാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീ പോടാ ചൈനീസ് ചാര, നീ പോടാ പാകിസ്ഥാൻ തീവ്രവാദി എന്ന് പറയുന്നിടത്ത് നമ്മൾ മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ എത്തുന്നത്. സോഷ്യൽ മീഡിയ ഒരു ബാറ്റിൽ ഫീൽഡ് തന്നെയാണ് ഒരർത്ഥത്തിൽ.